എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ മാറാൻ ഈ ഡ്രിങ്ക് ഒരുപാട് നല്ലതാണ്. ബ്ലഡിനുണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം എടുത്ത് വയ്ക്കാം. പച്ചവെള്ളമാണ്, സാധാരണ നോർമൽ വാട്ടറാണ്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്കറിയാം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ റാഗിപ്പൊടി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് നല്ലതാണിത്. ഒരുപാട് അസുഖങ്ങൾക്ക് മാറാനായിട്ട് വളരെ നല്ലതാണ് ഈ പഞ്ഞപ്പുല്ലിൻ്റെ പൊടി. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ച് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഇത് നല്ല ശർക്കരയാണ്, കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല മറയൂർ ശർക്കര. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ ശർക്കര ചേർക്കാൻ. പഞ്ഞപ്പുല്ല് ചേർത്ത് തുടരെ ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് മാറും. അപ്പം ഷുഗറുള്ളവർ ഈ ശർക്കര ചേർക്കുന്നത് ഒഴിവാക്കണം. അല്ലാത്തവർക്ക് ഈ ശർക്കര ചേർക്കാം. ഇതിന് പകരം കരിപ്പെട്ടി ചക്കര ചേർക്കാം, അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം ചേർക്കാം. അപ്പം ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ കല്ലും മണ്ണും ഒക്കെയുള്ള ശർക്കരയാണെങ്കിൽ ശർക്കരപ്പാനി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ശർക്കരയും പഞ്ഞപ്പുല്ലും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവണം. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ ജീരകം വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അല്പം കൂടെ ഒന്ന് കുറുകി വരും. ആ സമയം വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് വേവിച്ചെടുക്കണം. ഇതൊരു ഡ്രിങ്ക് ആയിട്ടാണ്, കുറുക്കായിട്ടല്ല നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നല്ല കുറുകിയ തേങ്ങാപ്പാൽ 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് ഫ്ലെയിം ഒരു ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം നന്നായിട്ട് നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാവുന്ന ഒരു പരുവത്തിലായിരിക്കും ഈ ഡ്രിങ്ക്. കുറേ സമയം ഇരുന്നാലും ഇത് കുറുകി വരത്തില്ല. ഇതുപോലെ തന്നെ നീണ്ടു തന്നെ ഇരിക്കും. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ സൗകര്യമാണ്. തേങ്ങാപ്പാലോട് ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ചെറുതായിട്ട് അതൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. അപ്പം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിലാക്കി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. പിരിഞ്ഞു പോകത്തൊന്നുമില്ല. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഈ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി വാങ്ങി വയ്ക്കാം. വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഈ ഡ്രിങ്ക് ഒത്തിരി നല്ലതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും റാഗിയുടെ അത്ഭുത ഗുണങ്ങൾ അറിയാം. ബ്ലഡ് ഉണ്ടാകാനും ക്ഷീണം മാറാനും വിളർച്ച മാറാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാം. നല്ലൊരു ടേസ്റ്റാണ് ഈ ശർക്കരയും ജീരകം പൊടിച്ചതും ഒക്കെ ചേർക്കുമ്പോൾ. പണ്ടൊക്കെ വീടുകളിൽ എപ്പോഴും അമ്മമാർ തയ്യാറാക്കിയിരുന്ന ഒരു ഡ്രിങ്കാണിത്. നമ്മുടെ ക്ഷീണമെല്ലാം പമ്പ കിടക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രിങ്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.